ഈ മൊണ്ണ പറയുന്നത് കമന്ററി ചാനൽസ് വളരെ വെച്ച് വ്യൂസ് ഉണ്ടാക്കുന്ന ചാനൽ മാത്രം അവർക്ക് വേറെ എഫേർട്ട് ഒന്നും ഇല്ല എന്നാണ്. എന്നാൽ പിന്നെ ഇന്ത്യയിലെ ടോപ്പ് ചാനൽസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ ടോപ്പ് ചാനൽസ് എല്ലാം എങ്ങനെ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നീ ടോപ്പ് ചാനലൊന്നും അല്ലോ ഇത്ര വലിയ കൊണയടിക്കാനായിട്ട്. ഓക്കെ, നീ പറഞ്ഞ ഡയലോഗാണ് കൊണയടി എന്നുള്ളത്. അത് തിരിച്ച് ഞാൻ നിന്റെക്കെ പറഞ്ഞപ്പോൾ നീ കിടന്ന് കരയുന്നത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഉണ്ട്. അത് ഞാനിപ്പോൾ ആൾക്കാരെ കാണിക്കും. വേറെ കാര്യത്തിനെ പറ്റിയും കൂടെ എനിക്ക് സംസാരിക്കണം. ഇവന്റെ ക്ലീനിങ് സർവീസിനെ പറ്റിയോ ഇവന്റെ ബിസിനസ് ചാനലിനെ പറ്റിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ആക്ടിംഗ് സ്കിൽസ് എല്ലാം പുറത്തു വന്നതിലും ആക്ടിങ്, അഭിനയം, ആ കൊണയെ പറ്റി മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ അടിക്കാൻ പോകുന്നത്. നീ കഴിഞ്ഞ വീഡിയോയിൽ എന്നാണ് കൊണച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ട എല്ലാവർക്കും അറിയാം. പിന്നെ നിന്റെ കുറച്ച് കുഞ്ഞി പിള്ളേരെ ഫാൻസ് കാണും. ആ പാൽക്കുപ്പികൾ മാത്രമാണ് ഈ ലോകം എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നാളെ പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ വരും. അതും കൂടെയൊക്കെ നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക. ഫിംഗർ ടെക്നിക്ക്, ഡബിൾ ഫിംഗർ ടെക്നിക്ക്, ഒരു ഫിസ്റ്റ് ടെക്നിക്കൊക്കെ വീട്ടുകാർ കറക്റ്റായിട്ട് കാണിച്ച് കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിനകത്ത് ഇവന്റെ മറ്റേതുണ്ടല്ലോ, ആക്ടിംഗ് സ്കിൽസ് എല്ലാം പുറത്തു വന്നതിലും അതിനെ മാത്രമേ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, റിയാക്ടും ചെയ്തിട്ടുള്ളൂ. അതിന്റെ വീട്ടുകാർ എവിടെ നിന്ന് വന്നു? വ്യക്തിപരമായിട്ടും ഒരു സ്ത്രീ എന്ന കാര്യം നോക്കുമ്പോഴാണെങ്കിലും അവൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് അവൾ എനിക്ക് പറഞ്ഞാൽ ഇത് ചുമ്മാ വിടേണ്ട കാര്യമൊന്നും അല്ല. ഇത് എത്ര ചെറിയ 3 വയസ്സുള്ള 4 വയസ്സുള്ള പ്രതികരിക്കണം. കാരണം സാമൂഹ്യ മാധ്യമമാണ്. അവന് കൊണ്ടപ്പോ അവൻ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞത്. അത്രേ ഉള്ളൂ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്.